ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർക്കറ്റ് അതിൻ്റെ പ്രധാന ലെവലുകൾ പ്രതിരോധിക്കാനാവാതെ താഴോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ FMCGയും മീഡിയയും മാത്രമാണ് ഇന്ന് പിടിച്ചെന്ന സെക്ടറുകൾ. അപ്പോൾ FMCG സെഗ്മെൻറ്റിലെ ബിഗ് ജയൻറ്റുകളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC പോലെയുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ആ ഒരു ബലത്തിൽ മാത്രമാണ് മാർക്കറ്റ് പിടിച്ചെന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിലവിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റിയിൽ കാണുന്ന ഒരു വീക്ക്നെസ് അത് 24,450, 24,500 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോവുകയില്ലെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റീബൗണ്ട് ഭാവിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പം നിലവിലുള്ള വീക്ക്നെസ്സിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് തീർച്ചയായിട്ടും US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. രണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ സെല്ലിംഗ് ആണ്. ഇപ്പോൾ US താരിഫുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്, ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഈ നിലവിലുള്ള ഈ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന താരിഫ് അത് യൂറോപ്യൻ യൂണിയനോ അടക്കമുള്ള 69ഓളം രാജ്യങ്ങളിലേക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അയച്ചുകൊണ്ട് അത് ഓഗസ്റ്റ് 7 എഫക്റ്റീവ് ആവും എന്ന രീതിയിലാണ് ആ എക്സിക്യൂട്ടീവ് ഓർഡർ അയച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓഗസ്റ്റ് 1 എന്നുള്ള ആ ഒരു ഡെഡ് ലൈന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരാഴ്ച കൂടി ഒരു സാവകാശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇപ്പോഴും നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ ഇപ്പോഴും പ്രതീക്ഷകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള 25% താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിൽ നിന്നുള്ള റിയാക്ഷൻസ്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ബ്രോക്കറേജുകളുടെ റിയാക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജനറലായിട്ട് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് കുറച്ചുകൂടി സ്ലോ ഡൗൺ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് ഒരു 15-20 എന്ന ലെവലിലേക്ക് ആ ഒരു താരിഫ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ലഭിക്കുമെന്ന് തന്നെയാണ്. ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് നിലവിലുള്ള ഈ ഒരു 25% താരിഫ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോലും വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് അവരുടെ ഇന്ത്യൻ പോർട്ട്ഫോളിയോക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അവരുടെ MSCI ഇൻഡെക്സിൽ കൂടുതലായിട്ടുള്ള എക്സ്പോർട്ട് ഓറിയന്റഡ് കമ്പനികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 2%-യൊക്കെ ഒരു ഡ്രാഗ് മാത്രമാണ് അവരുടെ പോർട്ട്ഫോളിയോയിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നൊമൂറ പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജ് പറയുന്നത് ഇന്ത്യ ചൈന +1 എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി അതിന് മീഡിയം ടേബിൾ ഇപ്പോഴും പ്രാധാന്യമുണ്ടെന്നും ആ ഒരു സ്റ്റാറ്റസ് ഇന്ത്യ തുടരുമെന്ന് തന്നെയാണ്. എന്നാൽ ബെൻസ്റ്റീൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വ്യൂ ആണ് പറയുന്നത്. കാരണം അവർ പറയുന്നത് ചൈനയുടെ മേൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു താരിഫ് എന്ന് പറയുന്നത് 34% ആണ്. അപ്പോൾ ഇന്ത്യക്ക് മേൽ 25%ഉം ചൈനയ്ക്ക് മേൽ 34% ആകുമ്പോൾ ചൈനയ്ക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഇന്ത്യയെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർജിൻ വളരെ നേരിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ ചൈന +1 എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ചിലപ്പോൾ അതിന് ഈ ഒരു താരിഫ് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 എന്നുള്ള ലെവലിലുള്ള താരിഫ് എത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ്, പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ ചൈനയോട് മത്സരിക്കാൻ കഴിയുമെന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. ഇതേപോലെ ഏഞ്ചൽ വൺ പോലെയുള്ള ഇന്ത്യൻ ബ്രോക്കറേജുകൾ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഓറിയന്റഡ് സ്റ്റോക്കുകളിൽ നിയർ ടേമിൽ ഒരു അണ്ടർ പെർഫോമൻസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ തരുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ചില വ്യൂകളും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് PL ക്യാപിറ്റൽ പോലെയുള്ള ബ്രോക്കറേജുകൾ പറയുന്നത് ഈ ഒരു താരിഫ് അനൗൺസ്മെന്റ് അതിന് ചില ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും US തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു സീസ് ഫയർ ഉണ്ടാക്കിയത് ട്രംപാണെന്നുള്ള ട്രംപിൻ്റെ അവകാശവാദത്തിനെതിരെ ഇന്ത്യ പ്രതികരിച്ചത് അത് തീർച്ചയായിട്ടും ട്രംപ് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇതുകൂടാതെ ഇന്ത്യ റഷ്യയുമായി കാണിക്കുന്ന അവരുടെ ആ ഒരു ക്രൂഡ് റിലേറ്റഡ് ട്രേഡുകൾ, അതേപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്നത്, ഇതൊക്കെ US കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ബ്രിക്സിലുള്ള ഇന്ത്യയുടെ സ്വാധീനം അതും US കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ട്രേഡിന് പുറത്തുള്ള ചില പൊളിറ്റിക്കൽ മാനങ്ങളുള്ള ഒരു താരിഫാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയതെന്നാണ് ആ ഒരു ബ്രോക്കറേജ് ഹൗസിൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത് ഒരു പ്രഷർ ടാക്ടിക്സ് ആണ്. അപ്പോൾ US ആ ഒരു സമ്മർദ്ദത്തെ ഇന്ത്യക്ക് എത്രമാത്രം അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുപോലെ ബാർക്ലേസ് പോലെയുള്ള റിസർച്ച് ഏജൻസികൾ ഈ ഒരു 25% താരിഫ് അത് ഇന്ത്യൻ GDP-യിൽ വലിയൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഡിക്ലൈൻ ഉണ്ടാക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ സമ്മിശ്രമായിട്ടുള്ള വ്യൂസും നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ പല ബ്രോക്കറേജ് ഹൗസുകളും പറയുന്നത് കാണാം.
ഏതായാലും നിലവിലുള്ള ഈ എസ്കലേറ്റഡ് ടാരിഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. നിയർ ടേമിൽ അത് നമ്മുടെ പെർഫോമൻസിനെ തീർച്ചയായിട്ടും ബാധിക്കും. കൂടുതൽ നെഗോഷിയേഷൻ സാധ്യതകളുണ്ട് എന്നുള്ളതും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ 20-ൽ താഴെ ഏകദേശം 15 എന്നുള്ള ലെവലിലേക്ക് ടാരിഫ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായിട്ടുള്ള ഒരു വലിയ വിജയമായിരിക്കും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ നിലവിൽ അണ്ടർ പെർഫോം ചെയ്യാനുള്ള മറ്റൊരു കാരണമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ സെല്ലിംഗ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ മാത്രം ഇവർ 47,000 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഇതൊരു ഹ്യൂജ് നമ്പറാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 4 മാസങ്ങളിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഈ 4 മാസങ്ങളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അവരുടെ ആ ഒരു ബൈങ് കാരണമാണ് നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ഒരു ഉണർവുണ്ടായത്, ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ കാണിച്ചത്, 26,000 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോയത്. ആ ലെവലിൽ നിന്നാണ് ഇപ്പോൾ ഈ ഏകപക്ഷീയമായിട്ടുള്ള FIIസിൻ്റെ സെല്ലിങ് മാർക്കറ്റിനെ ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ചില ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ FIIസിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറും ഇപ്പോഴുള്ള FIIസിൻ്റെ ഹോൾഡിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാണാൻ കഴിയും. ഏകദേശം 1% മുതൽ 4% വരെ ഹോൾഡിംഗ് FIIs അതിൽ കുറച്ചതായിട്ട് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് സീമെൻസ് എനർജി, അതുപോലെ എറ്റേണൽ, സൊമാറ്റോയുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള എറ്റേണൽ, അതുപോലെ ITC, NTPC, REC, ബജാജ് ഓട്ടോ, ട്രെൻഡ്, അംബുജ സിമെൻറ്റ്, വരുൺ ബീവറേജസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ FIIസിൻ്റെ ഹോൾഡിംഗ് 1 മുതൽ 4% വരെ കുറഞ്ഞതായിട്ട് നമുക്ക് 2 ക്വാർട്ടറുകൾ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മാർക്കറ്റിൽ 5% കൂടുതലുള്ള ഒരു റാലി നടന്ന ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ എനർജി. ഇപ്പോൾ സുസ്ലോൺ എനർജിക്ക് ലഭിച്ചിട്ടുള്ള 351 മെഗാവാട്ടിൻ്റെ വിൻഡ് എനർജി ഓർഡറാണ് അവരെ ഈ രീതിയിലുള്ള ഒരു മൂവിന് ആ സ്റ്റോക്ക് കാരണമായി. ഇപ്പോൾ സെലസ്ട്ര എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി അവർ ഇന്ത്യയിലുള്ള FDRE പ്രൊജക്റ്റിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ സുസ്ലോൺ എനർജിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു കൊളാബറേഷനിലൂടെ പ്രോജക്റ്റ് അത് സുസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്കായിട്ട് കണക്കാക്കാവുന്നതാണ്. കാരണം സെലസ്ട്ര എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ ക്ലീൻ എനർജി മേഖലയിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അവരിപ്പോൾ നിലവിൽ വേൾഡ് മൊത്തത്തിൽ ഏകദേശം 29 ഗിഗാവാട്ട് തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഏകദേശം 13ഓളം രാജ്യങ്ങളിൽ അവരുടെ പ്രസൻസ് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കമ്പനിയുമായിട്ടുള്ള ഈ ഒരു കൊളാബറേഷൻ തീർച്ചയായിട്ടും സുസ്ലോൺ എനർജിയിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മൂവാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇതേപോലെ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അധികം മുന്നേറിയ മറ്റൊരു സ്റ്റോക്കാണ് നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ. ഇത് ഏകദേശം 7% കൂടുതൽ ഒരു റാലി നടന്ന് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ നെറ്റ്വെബ് ടെക്നോളജി എന്ന് പറയുന്നത് ഹൈ ആൻഡ് കമ്പ്യൂട്ടഡ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. HPC, പ്രൈവറ്റ് ക്ലൗഡ്, AI സിസ്റ്റംസ്, എൻ്റർപ്രൈസ് വർക്ക് സ്റ്റേഷൻ, ഹൈ പെർഫോമിംഗ് സ്റ്റോറേജ്, ഡാറ്റാ സെൻറ്റർ സർവീസ് തുടങ്ങിയ ഹാർഡ്വെയർ സെഗ്മെൻറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലെയർ കൂടിയാണ് നെറ്റ്വെബ് ടെക്നോളജീസ്. അപ്പോൾ അവരുടെ റിസൾട്ട് നമ്മൾ കാണുന്നത് ഇയർ ഓൺ ഇയറിൽ 102% ഒരു വമ്പിച്ച ഗ്രോത്താണ്. അതുപോലെ പ്രോഫിറ്റിലും 100% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എസ്കലേറ്റിംഗ് റിസൾട്ടാണ് ഇന്ന് ആ സ്റ്റോക്കിൽ ഒരു റാലി നടക്കാൻ കാരണമായത്. അപ്പോൾ ഇവരുടെ റിസൾട്ടിനോടനുബന്ധിച്ചിട്ടുള്ള മാനേജ്മെൻറ്റ് കമൻട്രിയും വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഡിഫൻസ് സെഗ്മെൻറ്റിൽ അവർ വലിയ തോതിലുള്ള ഒരു ലാർജ് ആയിട്ടുള്ള ഒരു AI ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വലിയ തോതിലുള്ള റവന്യൂ വർദ്ധിക്കാൻ കാരണമായത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു മേജർ ഗ്രോത്ത് ഡ്രൈവർ എന്ന് പറയുന്നത് അവരുടെ AI റിലേറ്റഡ് സർവീസസ് ആണ്. അപ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ ഏകദേശം 29% ഇപ്പോൾ വരുന്നത് AI റിലേറ്റഡ് സർവീസിലൂടെയാണ്. ഏകദേശം 300% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു റിസൾട്ടിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള Skyless.ai എന്ന് പറയുന്ന കമ്പോസബിൾ GPU ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം, അതാണ് അവരുടെ ഈ ഒരു AI ഇൻഫ്രാസ്ട്രക്ചർ ഓപ്റ്റിമൈസേഷനിൽ ഇപ്പോൾ ഏറ്റവും അധികം അവരെ സഹായിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്കും ഉണ്ടെന്നാണ് അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പല കമ്പനികളുടെയും റിസൾട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും. ആ സെഗ്മെൻറ്റിനെ വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള പല കമ്പനികൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് FMCG സെഗ്മെൻറ്റിൽ ITC ആണ്. അതുപോലെ ടാറ്റ പവറിൻ്റെയും അദാനി പവറിൻ്റെയും റിസൾട്ട് വരുന്നുണ്ട്. ഇതും എനർജി സെഗ്മെൻറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട റിസൾട്ടുകളായിരിക്കും. അതുപോലെ റിയൽറ്റി സെഗ്മെൻറ്റിൽ നിന്ന് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ റിസൾട്ടും വരുന്നുണ്ട്. ഇതുകൂടാതെ JK ലക്ഷ്മി സിമെൻറ്റ്, ഡെലിവറി, PC ജ്വല്ലേഴ്സ്, സഫാരി ഇൻഡസ്ട്രീസ്, ബജാജ് ഗ്ലോബൽ തുടങ്ങിയിട്ടുള്ള പല കമ്പനികളുടെ റിസൾട്ട് നമുക്കിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.